ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ്രൂ വാട്ടർമാൻ്റെ ഹിസ്റ്ററി ലെസൺ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു പോയാണ്. പോത്തിൻ്റെ സമ്മറിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പോയെന്ന് വായിക്കാം. ഹിസ്റ്ററി ലെസൺ ബൈ ആൻഡ്രൂ വാട്ടർമാൻ. They told us of the flood, how in the night it came, with a voice like 1,000 voices, how it took the bridges and the roads, how it flowed over the fields and farms, how it looked the mill and the miller, how it looked the church and the steeple, how it took the houses and the people. They told us of the winter, when the snow lay deep on the ground, how the frost crept and gripped the heart of the earth, how the river froze and the wind blew keen, how the children stayed inside by the fire with their books and their dreams, how the old ones sat and told their tales of the time before the snow. They told us of the war, how the men marched off to fight, how they left their wives and children to wait and pray and weep, how they fought and died in foreign field, how they came home broken and sacred, how they struggled to rebuild their lives and make a world worth living in. We listened and we learned the lessons of our history, the triumphs and the tragedies, the courage and the sacrifice, the joys and the sorrows, the love and the hate, the hopes and the fears. And we knew that we were part of a long and noble story, that we had a duty to remember and to honor those who came before, to build on their legacy and to make a better world for all. This poem, History Lesson, is taken from Andrew Waterman's collection of poem River Wensum. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റ് സംസാരിക്കുന്നത് ഫ്ലഡിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് സ്റ്റാൻസയിൽ വിൻ്റർ സീസൺ, തേർഡ് സ്റ്റാൻസയിൽ വാറിനെ കുറിച്ചും, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റാൻസ ഓവറോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസയിലൂടെയും സെക്കൻഡിലൂടെയും തേർഡിലൂടെയും എന്തൊക്കെയാണ് ഈ പോയിറ്റ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്തൊക്കെ ലേൺ ചെയ്തു എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഫ്ലഡിനെ പറ്റിയിട്ടാണ്. അവിടെ ഫ്ലഡ് ഉണ്ടാവുന്നത് രാത്രി സമയത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി സമയത്ത് ഫ്ലഡ് ഉണ്ടാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വോയിസ് ലൈക്ക് 1,000 വോയിസസ്. ഈ 1,000 വോയിസസ് എന്ന് പറയുന്നത് ഫ്ലഡിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ ആണ് പറയുന്നത്. അത്രയും സ്ട്രെങ്ത്തിലാണ് ഫ്ലഡ് വരുന്നത്. അത് വന്നതോടുകൂടി അവിടുത്തെ ബ്രിഡ്ജ്, റോഡ്, അവിടുത്തെ ഫീൽഡൊക്കെ ഓവർഫ്ലോ ആയി, അവിടുത്തെ ഫാംസ് എല്ലാം നശിച്ചു. പിന്നെ അവിടുത്തെ മില്ലർ എന്ന് പറയുന്നത് നമ്മൾ അരിയൊക്കെ പൊടിക്കാൻ പോകുന്ന ആ ഒരു ഇതിനെയാണ് മില്ലെന്ന് പറയുന്നത്. മില്ലർ എന്ന് പറഞ്ഞത് അത് പൊടിച്ചു കൊടുക്കുന്ന ആളിനെയാണ് മില്ലർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ചർച്ച്, സ്റ്റീപ്പിൾ. ചർച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ചർച്ചിൻ്റെ ഏറ്റവും മുകളിലുണ്ടാവുന്ന ഒരു വി ഷേപ്പിലുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ സ്റ്റീപ്പിൾ എന്ന് പറയുന്നത്. എല്ലാം ഹൗസസും പീപ്പിളും എല്ലാവരും ഫ്ലഡ് വന്നതോടുകൂടി ഇല്ലാണ്ടായിപ്പോയി എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ വിൻ്റർ സീസണെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിൻ്റർ സീസൺ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഫ്രോസൺ ആയിരിക്കും. റിവേഴ്സും വിൻഡും എല്ലാം, എർത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഫ്രോസൺ ആയിക്കൊണ്ടിരിക്കും ഈ വിൻ്റർ കാരണം. അപ്പോൾ ഈ ചെറിയ കുട്ടികളെല്ലാവരും അവരുടെ ബുക്സും എല്ലാം വെച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോറീസും എല്ലാം പറഞ്ഞിങ്ങനെ ഒത്തൊരുമിച്ചിരിക്കുന്ന ഒരു സമയമാണ് വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഓൾഡായിട്ടുള്ള, അതായത് ഈ ഏജ്ഡ് പീപ്പിൾസ് എല്ലാവരും അവരുടെ പഴയ കാലത്തെ പറ്റി ആലോചിക്കുന്നതും പിന്നെ അതിനെക്കുറിച്ച് കഥകൾ പറയുന്നതുമാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത് വാറിനെ പറ്റിയിട്ടാണ്. ഈ വാറിന് പോകുമ്പോൾ സോൾജിയേഴ്സ് അവരുടെ ഫാമിലി മെമ്പേഴ്സ്, വൈഫ്സ്, ചിൽഡ്രൻസ് എല്ലാവരും തനിച്ചാക്കിയിട്ടാണ് വാറിന് പോകുന്നത്. അപ്പോൾ ഈ ഫാമിലി മൊത്തം ഈ ഒരു സോൾജിയറിൻ്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുകയാണ്, പ്രേ ചെയ്യുകയാണ് അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വാറിന് പോകുമ്പോൾ ഫൈറ്റിൽ പലരുടെയും ജീവൻ പൊലിഞ്ഞു പോകും. അവരുടെ ഒരു പ്രേയിങ്ങും പിന്നെ തിരിച്ചു വരുമ്പോൾ അവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബ്രേക്ക് ഡൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ആ തിരിച്ചുവരവിന് ശേഷം അവരുടെ ലൈഫ് പഴയ പോലെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണിത്. ഫസ്റ്റ് 3 സ്റ്റാൻസാസ് തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ ആകുമ്പോൾ അത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. വി ലിസൺഡ് ആൻഡ് വി ലേൺ.
ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാം കേട്ടു, നമ്മളെല്ലാം പഠിച്ചു, ട്രാജഡീസ്, ട്രയംസ്, കറേജ്, സാക്രിഫൈസ്, ജോയ്സ് ആൻഡ് ദ സോറോസ്, ലവ് ആൻഡ് ഹെയ്റ്റ്, ഹോപ്സ് ആൻഡ് ദ ഫിയേഴ്സ്, എല്ലാ ഇമോഷൻസിലൂടെയും നമ്മൾ കടന്നു പോകുന്നു. ഇപ്പം നമുക്കറിയാം എല്ലാ ഹിസ്റ്ററീൻ്റെയും ഒരു പാർട്ടാണ് നമ്മൾ. മനുഷ്യർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളെല്ലാവരും ആ ഒരു നോബൽ സ്റ്റോറീൻ്റെ പാർട്ടാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന എല്ലാവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ഹോണർ ചെയ്യണം. പിന്നെ അവരുടെ ആ ഒരു ലെഗസിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. പിന്നീട് ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. ഓവറോൾ ഈ പോയത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ഹിസ്റ്ററീനെ വാല്യൂ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു പ്രസൻറ്റും ഫ്യൂച്ചറും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ്രൂ വാട്ടർമാൻ്റെ ഹിസ്റ്ററി ലെസൺ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു